ഹലോ ഗായ്സ്, ഭഗത് കിട്ടു ഗെയിമിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾ സ്വന്തം ഭഗത് കിട്ടു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ഇന്ത്യൻ 3D ആയിട്ട് വന്നേക്കാണ്. വേറൊന്നുമല്ല, നേരത്തെ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ് അവൻ പറയാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പോവാം. റെയിൽവേ സ്റ്റേഷൻ ഉള്ള വണ്ടി, ട്രെയിൻ നശിപ്പിക്കാനുള്ള സെറ്റപ്പ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. നശിക്കുമെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങോട്ട് പോകാം നേരെ. ഇതൊന്ന് ഈ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ കൺട്രോളും കിട്ടത്തില്ല എൻ്റെ പൊന്നു മോനെ. കൺട്രോൾ ചെയ്തെങ്കിൽ പിന്നെ എന്തിനാ വണ്ടി എടുക്കുന്നത്? കാറ് പോലെ കാറാണെങ്കിൽ സർവീസിനുണ്ടാക്കിയാണ് നമ്മുടെ ബെൻസ്. കൈശ്വറ വന്നപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നിർത്തി നോക്കാം. ഒരു കാര്യം ചെയ്യാം, ബൈക്കും ഇവിടെ ഇങ്ങോട്ട് വെച്ചേക്കാം. തടയാനേ തടഞ്ഞിരിക്കട്ടെ കുറച്ച് നേരം. ഇതാണ് ഇവിടെ നിന്നോട്ട് അങ്ങ് അറ്റം വരെ. പൊക്കോട്ടെ പൊന്നുമോളെ, പൊട്ടും, തീ പൊട്ടും. അയ്യോ എൻ്റെ പൊന്നു കൊച്ചെ, വേണ്ട വേണ്ട വേണ്ട, എന്നെ ചെയ്യണ്ട. ചെയ്ത് ഓടിക്കോ ഗൈസ്, ഓടിക്കോ പെട്ടെന്ന് തന്നെ ഓടാം. മര്യാദയ്ക്ക് മാറാൻ പറഞ്ഞാണ്, മാറൂല. പെലിയാടി മോള് നോക്കാൻ നിൽക്കണ്. പോലീസുകാർ വരുന്നുണ്ട് നോക്കുന്നുണ്ട്. വന്നു എത്തി. നമ്മളെ നേരെ വണ്ടിയിട്ട് പോവാട്ടാ സാറേ. ഞാൻ പോവാട്ടാ സാറേ. സാറേ, നമ്മളെ വണ്ടിയൊക്കെ തീർപ്പി ഇന്ന് കൊള്ളാലോ. ബൈക്കൊക്കെ പൊട്ടിത്തെറിച്ച്, നേരത്തെ ബൈക്കൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഒക്കെ പൊട്ടു നോക്കാൻ കിട്ടത്. എല്ലാരും വാ. സാറുമാരൊക്കെ കൂടി വാക്കാക്ക, എല്ലാരും വന്നോ. സാറുമാർക്ക് നല്ല പറ്റിയ സമയമാണ്. സാറുമാരെ വണ്ടി നല്ല സമയം, പുത്തൻ വണ്ടിയാട്ടാ. സാറിൻ്റെ പണി തീർന്നു. ഒരാളുടെ പണി തീർന്നിട്ടുണ്ട്. ഒരാളവിടെ നിന്ന്. സാർ ഈ സാറെപ്പോ വന്നു? നിർത്തി കൊടുക്ക. ഓക്കെ. നമ്മള് നല്ല പണി. പോയി, ഇയാള് പോയില്ല. എല്ലാം പോയല്ല. ഇനി അതിനുണ്ടാ ജാതിയായിട്ടുണ്ട് ആണ് സീന്. നമ്മളാണ് ഓടിക്കണ വണ്ടി. നമ്മളാണ് വണ്ടി ഓടിക്കണത്. നമ്മുടെ വണ്ടിയുടെ ഓണർ നമ്മളാണ്. ബാക്ക് എടുത്ത് വണ്ടി നിർത്ത്. എൻ്റെ പൊന്നു ട്രെയിനെ, അത് നിർത്ത്. സ്ലോ അതാണ് സ്ലോ നിർത്ത്. സ്ലോ ബാക്ക് എടുക്ക്. എടുത്തിട്ട് ട്രെയിൻ എന്ത് പവർഫുള്ളാ. ഇതിന് പൊട്ടാൻ വല്ല മാർഗമില്ലേ? ചെയിൻ തെറ്റിയിട്ടുണ്ട് കേട്ടാ. നീ കണ്ട 3 വർഷം കണ്ട ചെറുതായിട്ട് തെറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വണ്ടി ഇഞ്ചിയർ കുഴപ്പമുണ്ടാവും അറിയില്ല. റോട്ടിൽ നിർത്ത്. റോഡിൻ്റെ സൈഡിൽ നമ്മൾ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. നൈസായിട്ട് പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് പോവാണ്. ബുള്ളറ്റ് എടുത്തിട്ട് ബുള്ളറ്റ്. ഒരു സാധനം മറന്നില്ല. മറന്നിട്ടുണ്ട്. എന്തോ ആയിരുന്നു നോക്കട്ടെ. എന്തോ മറന്നിട്ടുണ്ട്. ഇത് നമ്മൾ മറക്കൂല. നമുക്ക് ഒരിക്കലും മറക്കൂല. ഹെൽമെറ്റ് നമ്മുടെ സ്വന്തം ഹെൽമെറ്റാണ്. നമ്മുടെ സ്വന്തമാണ്.
ഇങ്ങനെ ഇത് ഹെൽമെറ്റ് കിട്ടില്ല, ഹെൽമെറ്റാണ്. ഇത് നമ്മുടെ സ്വന്തം ഹെൽമെറ്റാണ്. നമുക്കിപ്പോൾ പെട്രോൾ പമ്പിലോട്ട് പോവാം. പെട്രോൾ പമ്പിൽ ഒരുത്തനെ എന്നെ പറ്റിച്ച്, അവൻ്റെ പെട്രോൾ പമ്പാണ് കാണാം. പെട്രോൾ പൊട്ടിക്കാൻ പോവാണ്. എൻ്റെ ഉള്ളത്തി വിട്ടിരിക്കട്ടാ. നമ്മളതാ എല്ലായിടത്ത് എറിഞ്ഞട്ടക്കട്ടെ പൊട്ടിക്കട്ടെ. മാറും ഹെൽമെറ്റൊക്കെ എറിഞ്ഞളാ. ഇതാണ് നമ്മുടെ സ്റ്റൈല്. ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ല, വലുത് വെച്ചിട്ടുണ്ടല്ല, പൊട്ടിത്തെറിച്ചാണ്ടല്ലോ ഒക്കെ ഇല്ലാണ്ടാവണം. അതാണ് നമ്മളെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ, എല്ലാം ഇല്ലാണ്ടാവും. ഇതൊക്കെ നമ്മൾ പൊട്ടിക്കാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരു സാധനം കൂടി പൊട്ടിക്കാൻ പോണ്. വേറൊന്നുമില്ല, ഇതാണ് നമ്മുടെ അടുത്ത ബാക്കി സാധനം. ഇതും കൂടി പൊട്ടി. സാറേ, ഇതാണ് ഓണറല്ല ഇതിൻ്റെ ആള്. സാറേ അങ്ങോട്ട് പോവാ. എങ്ങോട്ട് പോവാന്ന്? സാറിനും കൂടി ഇരിക്കട്ടെ ഗിഫ്റ്റ്. ഇല്ലെങ്കിലേ സാറിൻ്റെ മാനേജറിന് ഇത് ഭയങ്കര തലവേദനയാവും. അതെന്നോണ്ട് പറയാം, സാറിനും കൂടി ഇരിക്കണ്ടേ ഗിഫ്റ്റ്. അതാരണം കൊണ്ടാണ്, വേറെ സാറിനും കൂടി ഗിഫ്റ്റ് ഇരിക്കുമ്പോഴാണ് കുറച്ച് ഇതാവുള്ളൂ. അതെ സാറേ, രാത്രിയായി വരുന്നുണ്ടല്ലോ സമയം. ഓക്കെ, രാത്രി സമയം വരുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മളത് ഇവിടൊക്കെ വയ്ക്കാം. ബാത്റൂം ടോയ്ലറ്റ് നമ്മൾ ആശ്രയിച്ചില്ല. ടോയ്ലറ്റും കൂടി വെക്കുന്നമാ. ഉള്ളിലോട്ട് എറിയൊന്നുമില്ല, ഇവിടെ വയ്ക്കുള്ളൂ. അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീരും, പെട്ടെന്ന് തന്നെ തീരും. ഇവിടെ എന്താ കുറച്ച് കാര്യമാണ്. ഓപ്ഷൻ എ തീ, പെട്രോൾ അടിക്കുന്നത്. പിന്നെ അതാണ് വെള്ളം. ഗ്യാസ് ലീക്ക്. ഓക്കെ, അല്ല അതൊക്കെ നമുക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല. നമ്മൾ ബോംബ് വെക്കുകയും ചെയ്യും, പൊട്ടിക്കുകയും ചെയ്യും, ഓഫീസറൊക്കെ നിന്ന് കത്തുകയും ചെയ്യും. ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെയാണ് വരുന്നത്. ഓക്കെ എല്ലാവിടെ നമ്മൾ ബോംബ് വയ്ക്കുന്നുണ്ട്, എല്ലായിടത്തും നമ്മൾ ബോംബ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊട്ടിത്തെറിച്ചാൽ പോലും ആരും അറിയില്ല. അവരുടെ രണ്ടുപേരും മേത്ത് കൂട്ടി വെച്ചാൽ ബോംബ്. ചേച്ചി ചേച്ചി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ നമ്മളൊന്ന് ചെറിയ ഫോട്ടോ ചേച്ചി, ചെറിയ ഫോട്ടോ. അയ്യോ, ചെറിയ ഫോട്ടോ. ചേച്ചി കഴിഞ്ഞില്ല, ചേച്ചിനെ കാണില്ല. ചേച്ചി ശരി കേട്ടോ, ഒരു ബോംബും കൂടി വെച്ചോ ചേച്ചി. ഒരു ഒറ്റ ബോംബ് ഒറ്റ ബോംബും കൂടി. ചേച്ചി ഒറ്റ അങ്ങനെ മതി. തല ഇങ്ങനെ ആക്കി തന്നാൽ മതി, ഞാൻ സെറ്റാക്കി തരാം. കഴിഞ്ഞിട്ടാ. ചേച്ചിനെ പോലുള്ള ഒരുത്തന്നെ അവിടെ പോയിരുന്ന് ഇതാവുന്നുണ്ട്. അവനതൊന്നും കൊടുക്കട്ടെ ചേച്ചി. ചേട്ടാ ഞാൻ ചേട്ടൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ നമ്മളിവിടെ ബോംബ് വയ്ക്കുന്ന സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഷൂട്ടിങ്. ആ ഷൂട്ടിങ്ങാണ് ചേട്ടാ നടക്കാൻ പോണത്. അതുകൊണ്ട് ചേട്ടൻ്റെ മേത്തും കൂടെ ഒന്ന് വയ്ക്കാൻ വെച്ചിട്ട്. പൊട്ടൂല എന്തുകൊണ്ട് ചേട്ടാ പൊട്ടൂല. ഹെഡ്ഷോട്ട്. ചേട്ടാ പൊട്ടൂല കേട്ടാ, ബോംബൊന്നും പൊട്ടൂല കേട്ടാ. ഇനിയിപ്പോൾ പൊട്ടിയാൽ തന്നെ ഈ പെട്രോൾ പമ്പ് ഈ സിറ്റിയൊക്കെ മൊത്തം കത്തും. എന്നല്ല പൊട്ടിക്കാൻ വേണേ. ആ ചേച്ചിയൊക്കെ മാഞ്ഞു പോയി.
പക്ഷേ ഇപ്പം ഇത് സംഭവമൊക്കെ ഓപ്പണിങ് അല്ല. ഇതെന്താ അങ്ങനെ ആവാത്തെ? ആവണ്ടാണല്ലോ. ഓക്കെ, ഇനി ആ ബുള്ളറ്റും കൂടി മാത്രമേ ഉള്ളൂ. ബുള്ളറ്റും കൂടി അങ്ങോട്ട് കലാഷ്നിക്കാവ് വെച്ച് അടിച്ചടിച്ച് പൊട്ടിക്കുന്നതാണ്. എൻ്റെ സ്റ്റാൻഡ് കത്തിപ്പോയപ്പോൾ നിന്ന്. ഇനി നമുക്ക് നമ്മുടേതായിട്ടൊരു വണ്ടി വേണ്ട, നമ്മുടെ ഫോർച്യൂണർ തന്നെ എടുക്കാം. അങ്ങനെ നല്ലത്. അങ്ങനെ വൈറ്റ് ഫോർച്യൂണർ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് ദൂരത്തോട്ട് പോവാം. അങ്ങനെ ഉണ്ടായിരുന്നവരെ വല്ലാതെ നമ്മൾ പൊട്ടിച്ച്. ഇനി ആരാ ഉള്ള ഇനി ആരാ ഉള്ളേ? അങ്ങനെ ഇതൊക്കെ നമ്മളങ്ങനെ വിടിയിച്ച് സെറ്റായി. മുന്നത്തെ ഗ്ലാസ് പൊട്ടിയത് ഞാൻ അറിഞ്ഞില്ല ചേട്ടാ, അറിഞ്ഞില്ല. ഇതൊക്കെ വിട്ടല്ലേ, ഇതൊക്കെ നമ്മൾ വിടിയിക്കുകയാണ്. ഇന്ന് മുതൽ ഈ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞ സ്ഥലമില്ല. അപ്പം സ്ഥലമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇനി ഇത് ആരെങ്കിലും വിറ്റോട്ടെ, അവനിനെ ആരെങ്കിലും കൊടുത്ത് കുമ്പിക്കട്ടെ. അല്ല തന്നെ നമ്മൾ പിന്നെ സീനല്ലേ. എടാ അതെ പറയണം, ആരെ നശിപ്പിച്ചെന്ന് പറയുമ്പോൾ പറയണം ഭാഗവത് കിട്ടു ഗെയിമിങ് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ പെട്രോൾ നശിപ്പിച്ചത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാണ്. അവനാണ് ഞാൻ ഇതിൻ്റെ നോക്കണുള്ളതാണ്. അവനാണ് ഓണർ. ബോസ് വേറെയാണ്, ഓണറും വേറെയാണ്. ഓണറിൻ്റെ മകനാണ് ബോസ് ഇപ്പോഴത്തെ. നമ്മുടെ വണ്ടി ഇതാവാനല്ലത്. എടാ നിന്റെ വണ്ടി നിന്റെ പെട്രോൾ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. ഡോടാ നിക്ക്, പെട്രോൾ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ നിന്നെയും കൂടി ഞാനിപ്പോൾ കൈ കിട്ടിയാൽ മതി. നിന്നെയും കൂടി നശിപ്പിക്കാൻ പറ്റുമ്പോൾ എനിക്ക്. ഡോഡോ നിൽക്കടാ എടാ പോവാടാ. കൊള്ളാല. നീ എന്തായാലും കൊള്ളാം. അത് തന്നെടാ നിന്നെ പൊട്ടിക്കാൻ പോണ. ചത്ത് ദേടോ. ബോസിൻ്റെ മോളാണ് അടുത്തത്. അവളെയും കൂടി ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അതിനെ 2 പേരും ഇല്ല, 2 അല്ല 3 തീർന്നിട്ടുണ്ട്. ഞാനായിരിക്കും ഇവിടുത്തെ ഹീറോ. ഇനി ഇവരുടെ ഗോഡൗണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെയാണ്. മാത്രമല്ല അവരുടെ വീടും കൂടി നമ്മൾ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. അറിയോ? ആ വീടും പിന്നെ എയർപോർട്ടൊക്കെ നമ്മുടെയാണ്. ഇനി അവിടെ ഫ്ലൈറ്റ് പൊങ്ങൂല, താഴൂല. നമ്മുടെ എയർപോർട്ട് നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങും, താഴും. അങ്ങനെ ഇനി സിറ്റിയുടെ മുഴുവൻ ചുമതല നമ്മുടെ അടുത്താണ്. പോലീസുകാർ നമ്മളത് വേറെ പോലീസ് സ്റ്റേഷൻ മാത്രമായിട്ട് വിട്ടുകൊടുക്കുന്നത്. ചേച്ചി സാറില്ലേ അകത്ത്? സാറില്ലേന്ന് നെഞ്ചത്ത് കൂടെ കയറ്റിക്കൊണ്ടോന്ന് ചേച്ചി. സാറില്ലാന്ന് പറഞ്ഞാല് ഉണ്ടല്ലോ സാറേ. സാറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വന്നേക്കണത്. സാറിൻ്റെ ഫ്രണ്ടാണെന്നില്ലേ സാറേ? പിന്നെ സാറ് നമ്മളിപ്പോൾ ചൊറിയിട്ടവനെ. നമ്മൾ ഈ സ്ഥലം വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ വാങ്ങിക്കാൻ പോകണമെന്ന് വെച്ചിട്ടാ? ഇനി വാങ്ങിക്കാൻ പോണത് ഇങ്ങനെ ആയിരിക്കും സാറേ. ഇതായിരിക്കും സാറിനുള്ള പൈസ. ഇന്ന് പോലെ സാറോട് ഇല്ല. അല്ല ഇവിടെ ആൾക്കാരൊന്നും വരാൻ പാടില്ല. ഈ കോൺവേഴ്സൊക്കെ ഇട്ടിട്ട് വന്നേക്കാണ്. ഇപ്പൊ റിച്ചാണ്. അവൻ്റെ മാങ്ങാണുമ്പോ മാങ്ങ പിടിച്ച് പറിക്കാന്ന് പറഞ്ഞ മാങ്ങാണ് നൈക്കി. സാറേ, സാറൊന്നും കൂടെ ഒന്ന് പേടിക്കരുത്. സാറിന് ഗിഫ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുന്നില്ല. അതൊന്നല്ല, സാറിനുള്ള ഗിഫ്റ്റ് ഇതാണ്. എല്ലാം ചത്തല്ല, എല്ലാം തെറിച്ചു പോയി. അല്ല മോനെന്താ ഇവിടെ ഇരിക്കണേ? മോന് വേറെ പരിപാടിയൊന്നുമില്ലേ? മോന് വേറെ പരിപാടിയൊന്നുമില്ല. പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് മോനുള്ള പരിപാടി. നമ്മളെ വണ്ടി പൊട്ടിക്കാനുകൊണ്ട് ഇപ്പോൾ പോകാനും ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് പറയണേ.
മോൻ പേടിക്കുന്ന വേണ്ടട്ടാ. സ്വർഗത്തിൽ പോലും മോന് ജയിലിൽ തന്നെ ഇരിക്കുള്ളൂ. സാറേ സാറെവിടെ? സാറെവിടെ? സാറേ സാറ് വന്നാ നമുക്ക് കണ്ടില്ല കേട്ടാ. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. സാറേ പോട്ടെ എന്നാ. സാറേ എല്ലാ സാറും പുറകിലുണ്ടല്ലോ. ഒരാത്ത ആരുമില്ല, ഞാൻ കണ്ടില്ല സാറേ. സാറേ പോഴയോ സാറേ. സാറേ നമ്മൾ ചെയ്തു സാറേ. സാറേ വണ്ടി വണ്ടി മറിയും സാറേ. വേണ്ട സാറേ, എൻ്റെ ഞങ്ങൾ പിടിക്കില്ല സാറേ. സാറേ സാറ് അയ്യോ വണ്ടി മറിഞ്ഞു സാറേ. മറയിക്കില്ലേ മറയില്ല സാറേ. മറയല്ലേ. എടുത്തിരിക്കട ഓടിക്കോളൂ. സാറുമാരെ എന്നെ അടിക്കില്ല സാറേ. വരുന്നുണ്ടോ അവനൊക്കെ ഊക്കാൻ നിൽക്കണേ. എന്നിട്ട് ഊക്കാണ് അവന്മാർക്ക് പരിപാടി. സാറേ നമ്മളതാ ഇപ്പുറത്തുണ്ട്. സാറന്മാർ പേടിക്കണ്ട. നമ്മളതാ ഇവിടെ ഉണ്ട്. ഇവിടെ സാറേ നമ്മളോട് തന്നെ കേട്ടാ. അപ്പോൾ നമ്മളെ ഇപ്പൊ എടാ പോലീസുകാരെ എടാ ഒന്നിനും കൊള്ളാത്തവന്മാരെ പിടിക്കാൻ പറ്റിയില്ലല്ലേ. അവിടുത്തെ പരിപാടി പിടിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് വീണോക്കാം. അയ്യോ ഞാൻ ചാടിയിട്ടില്ല, ഞാൻ തനിയെ വീണതാ. ആരും ഓടി വരണ്ട. എന്താണ് ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോ വെച്ച് നിർത്തണേ മുമ്പ് നമുക്ക് ആ ഒരു വണ്ടി പൊട്ടിക്കണം. തെളിവ് നമ്മൾ വായിക്കാൻ പാടില്ല. ആ ഫോർച്യൂണർ എന്നാലും പൊട്ടിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഈ വണ്ടി നമുക്ക് പൊട്ടിക്കണം ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ. വൈകുന്നേരം വരെ വീഡിയോ കേട്ടോ ബാക്കി. ഓക്കെ ബൈ.